ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡ്രൈവിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ബിസി റോഡിലുള്ള ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കൺട്രോളിങ് എങ്ങനെ ചെയ്യാമെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെറിയ തിരക്കുള്ള ഒരു റോഡിലൂടെ വണ്ടി ഓടിച്ചിട്ട് ബ്രേക്ക്, ക്ലച്ച്, ആക്സിലറേറ്റർ നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം തിരക്കുള്ള റോഡിൽ മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് ഈ വീഡിയോ സഹായകരമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഞാൻ അത്യാവശ്യം തിരക്കുള്ള ഒരു റോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം കാണുക. ഞാനിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലച്ചിലും ബ്രേക്കിലും കാല് വരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്തേക്കാണ്. അതുകൊണ്ട് ഞാനിതേ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ വണ്ടി റോഡിലേക്ക് എടുക്കുന്നു. എന്നാലേ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ റോഡിലേക്ക് ഞാനിങ്ങനെ പ്രവേശിച്ചു. ഇങ്ങനെ കയറുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് കയറാനായിട്ട് ശ്രമിക്കുക. കാരണം പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെ നമുക്ക് ശരിയായ രീതിയിൽ കാണാനായിട്ട് എപ്പോഴും റൈറ്റ് സൈഡിലെ മിറർ ഈ ഒരു ടൈമിൽ നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം ബിസി റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണേലും ക്ലച്ചും, ബ്രേക്കും, ആക്സിലറേറ്ററും യൂസ് ചെയ്യണം. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, നമ്മൾ ചെറിയൊരു ട്രാഫിക്കിലേക്കാണ് വണ്ടിയായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ എൻ്റെ കാല് ക്ലച്ചിലുണ്ട്. മെല്ലെ ബ്രേക്കിലേക്ക് വരുന്നു. ഇവിടെ ഇറക്കം കൂടിയൊരു ട്രാഫിക്കാണ്. അതുകൊണ്ട് തന്നെ ക്ലച്ചിലും ബ്രേക്കിലും വന്നാണ് ഞാനിവിടെ ടേൺ എടുക്കുന്നത്. നിങ്ങൾ നോക്കുക. ഒപ്പം ഞാനിത് മെല്ലെ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ഇത് ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇവിടെ മുന്നിൽ ട്രാഫിക് ഉള്ളത് കൊണ്ട് നമ്മൾ ഇറക്കം കൂടിയൊരു ട്രാഫിക്കിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ബിസി റോഡിൽ നിങ്ങളിതേ ഇത്തരത്തിൽ നിങ്ങളുടെ കാല് ജസ്റ്റ് ഒന്ന് ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ടുണ്ടാകണം. നമുക്ക് വണ്ടി പൂർണ്ണമായിട്ട് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് താങ്ങുക, അതിനുശേഷം ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ വണ്ടി മെല്ലെ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് നേരെ സ്ട്രെയിറ്റ് റോഡ് മുന്നോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സിഗ്നലൊന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ടതായിട്ടില്ല. നമ്മൾ നേരെ മുന്നോട്ട് പോയാൽ മതി. ലെഫ്റ്റോ റൈറ്റോ തിരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേൺ എടുക്കുക. നിങ്ങൾ നോക്കി, ഈ ഒരു സമയത്ത് ഞാൻ ബ്രേക്കും ആക്സിലറേറ്ററും യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് അനുസരിച്ചാണ്. അതായത് നമ്മളുടെ ബ്രേക്ക് പെഡലിനോട് ചേർന്നാണ് എൻ്റെ വലത്തേക്കാലിരിക്കുന്നത്. അത് നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ ചെരിച്ച് ആക്സിലേഷൻ കൊടുക്കുന്നു. ഇവിടെ തിരക്കുള്ള റോഡിലായതുകൊണ്ട് നമ്മളുടെ ഇടത്തേക്കാല് ക്ലച്ചിലൊന്നും ഇരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്തേണ്ടതായിട്ട് വരും. ഇപ്പോൾ മുന്നിലൊരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തണം. അപ്പോൾ അതിനാണ് നല്ല തിരക്കുള്ള സമയത്ത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കാലെടുത്ത് ഇടത്തെ കാല് നമ്മൾ ക്ലച്ചിൽ ജസ്റ്റ് ഒന്ന് വെക്കുന്നതിന് തെറ്റില്ല. ഇപ്പോൾ വണ്ടിയൊക്കെ മാറി അതിനുശേഷം നമ്മൾ ഫ്ലോറിലേക്ക് എടുത്ത് ക്ലച്ചിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇടത്തെ കാലെടുത്ത് ഫ്ലോറിൽ വെക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ചവിട്ടണം, ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട ഒരു സാഹചര്യം വരും. കുറേ ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വണ്ടി തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചേക്കുക. നമുക്ക് പെട്ടെന്ന് ചിലപ്പം ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനൊരു ഉദാഹരണം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഈ വണ്ടി ഇവിടെ നിർത്തുകയാണെന്ന് കരുതുക, മുന്നിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേ ഇങ്ങനെ വണ്ടി നിർത്തണം. അതിനു വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ തിരക്കുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഗിയർ ഷിഫ്റ്റിങ്ങിന് ആനുപാതികമായിരിക്കും. ഇപ്പം ഞാൻ തേർഡിൽ ഇങ്ങനെ പോകുന്നു. മുന്നിൽ മറ്റു വാഹനങ്ങൾ അടുത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഇത് ക്ലച്ച് ഓടി ഫോർത്ത് ഇടാം. അപ്പോൾ ഫോർത്ത് ഇട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇതേ ഈ മുന്നിൽ പോകുന്ന വണ്ടി ലെഫ്റ്റ് ടേൺ എടുത്തു. അപ്പോൾ എൻ്റെ വണ്ടി സ്ലോ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വന്നിട്ട് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബിസി റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും അടുപ്പിച്ചുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും നമ്മൾ പഠിച്ചിരിക്കണം. അതായത് ഗിയർ അപ്പും ഡൗണും ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ പോവാണ്. വീണ്ടും ഞാൻ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ തേർഡിലേക്ക് ഇട്ടു. വീണ്ടും ഇറക്കം കൂടിയ റോഡാണ്. ജസ്റ്റ് ബ്രേക്ക് കാല് വെക്കുക. ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ബ്രേക്ക് കാല് വെച്ചിട്ട് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫോർത്തിലേക്ക് ഇടാം. ഇപ്പോൾ നാലാമത്തെ ഗിയറിൽ ഇത് ഇങ്ങനെ പോവുകയാണ്. വീണ്ടും എൻ്റെ കാലിത് മെല്ലെ ബ്രേക്ക് പെടലേ വരുന്നു. വണ്ടി നമ്മളൊന്ന് സ്ലോ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതായത് ഇപ്പം ഞാൻ പറയാം, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇനി നേരെ മുന്നോട്ടാണ് പോകേണ്ടത്. ചെറിയൊരു കയറ്റം വന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിന് ജസ്റ്റ് ബ്രേക്കിലൊന്ന് കാല് വരുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട്
ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇനി നമുക്കിവിടെ ഒന്ന് യു ടേൺ എടുക്കാം. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ബ്രേക്കേ കാല് വരുന്നു. ഇപ്പോൾ തേർഡ് ഗിയറിലാണ്. അപ്പോൾ നമുക്ക് യു ടേൺ എടുക്കാനായിട്ട് വണ്ടി സ്ലോ ചെയ്യണം. അപ്പോൾ സ്ലോ ചെയ്തിട്ട് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ തേർഡിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ഇനി പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, തേർഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒറ്റയടിക്കുക ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ വണ്ടിയുടെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരില്ലേ? തീർച്ചയായിട്ടും തേർഡിൽ നിന്ന് വണ്ടി നല്ല റണ്ണിങ്ങിൽ നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. എന്നാൽ നമ്മൾ തേർഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ടൈമിൽ തേർഡിൽ പോയ വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞ് ഒരു 10 കിലോമീറ്റർ താഴേലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മളൊരു തേർഡിൽ നല്ല സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയെ പെട്ടെന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആ വണ്ടിയുടെ വേഗത തീർത്തും കുറഞ്ഞ് തീർത്തും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഞാനിതേ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കുക, ഇനി നിങ്ങൾ ഈ ഓരോ ടൈമിലും ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാനിങ്ങനെ തേർഡ് ഗിയറിൽ പോവുകയാണ്. ഓക്കെ, സൈഡിൽ നമ്മളുള്ള വാഹനങ്ങളെയൊക്കെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് റോഡ് ഇപ്പോൾ കയറ്റം കൂടിയ ഒരു റോഡാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിരപ്പ് റോഡ് വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് ചവിട്ടാം, അടുത്തൊരു ഗിയർ ഇടാം. പക്ഷേങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വണ്ടി നമുക്ക് ഇങ്ങനെ നിർത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്നിട്ട് ഞാൻ ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് ഫോർത്തിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത തീർത്തും കുറഞ്ഞ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സ്പീഡിലേക്ക് കുറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും വേഗത്തിലുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും ഈ ഒരു തരത്തിലുള്ള ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്ററും കൺട്രോളിങ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസി റോഡിൽ ആവറേജ് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെയൊക്കെ വേഗത നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ബിസി റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങും ഒരുവിധം നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ഗിയർ ഷിഫ്റ്റിങ്ങും ഒരുവിധം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെങ്കിൽ മാത്രമേ അത്യാവശ്യം ഒരു ബിസി റോഡിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ടൊരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് എളുപ്പത്തിൽ ചെയ്യേണ്ട ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നൊരു വാഹനത്തിൽ, ഇപ്പം ഞാനിവിടെ വണ്ടി ജസ്റ്റ് സ്ലോ ചെയ്ത് സൈഡിൽ ഒതുക്കി നിർത്തുകയാണ്. ഓക്കെ, ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നൊരു വണ്ടിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം ബ്രേക്കിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ആക്സിലേഷനിലേക്ക് വരണം. ഇങ്ങനെ നിങ്ങൾ ചെരിച്ച് ഔട്ടുക. ബ്രേക്കിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സിലേഷനിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ചെരിച്ച് ഔട്ടുക. പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രേക്കിലേക്ക് വരിക. ഈ ഒരു സമയത്ത് നമ്മളുടെ വലത്തേക്കാല് ജസ്റ്റ് ഫ്രീ ആക്കി എടുത്ത് ചവിട്ടേണ്ട സിറ്റുവേഷനിൽ അത് നിങ്ങൾ ചെയ്യുക. എന്നാൽ കൂടുതലായിട്ട് ഈ ഒരു മെത്തേഡ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ക്വിക്കായിട്ടുള്ള ക്ലച്ച് ചവിട്ടിയുള്ള ഓരോ ഗിയർ ഷിഫ്റ്റിങ്ങും ഓരോ ഗിയർ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കണം. എന്നാലേ നമുക്ക് അടുത്തൊരു ഗിയറിലേക്ക് ഇട്ട് ആ ഒരു ഗിയറിൽ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ക്ലച്ച് ചവിട്ടി അടുത്തൊരു ഗിയറിലേക്ക് ഡൗൺ ചെയ്യുക, പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കുക. എന്നാൽ അത്യാവശ്യം ഇത്തരത്തിലുള്ള ഒരു ബിസി റോഡിൽ വരുമ്പോൾ നമ്മൾ ക്ലച്ച് താങ്ങി ഓടിക്കേണ്ടതായിട്ട് വരും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കും. ഇപ്പം ഞാനിത് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്, നല്ല ബിസി റോഡാണ്, തിരക്കാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ചിലപ്പോൾ എനിക്ക് വണ്ടി നിർത്തേണ്ടതായിട്ട് വരും. ഈ സൈഡിലൂടെയൊക്കെ യാത്ര ചെയ്ത് നടന്നു വരുന്ന യാത്രക്കാരുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നായ വണ്ടി ഒന്ന് നിർത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കാല് നമ്മളുടെ ക്ലച്ചിലിരിക്കുക. ഇനി നമ്മൾ ഈ ഒരു ബിസി റോഡ് ഇത്തരത്തിലുള്ള റോഡിൽ വരുന്നു, ഒരു കയറ്റം കൂടിയ റോഡാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലച്ച് താങ്ങി പതിയെ വണ്ടിയെ മൂവ് ആക്കാനായിട്ടേ നമുക്ക് കഴിയത്തുള്ളൂ. കാരണം കയറ്റത്ത് നമ്മൾ വണ്ടി പോകുന്ന സമയത്ത് മുന്നിൽ ട്രാഫിക് ആണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലയച്ച് നമ്മുടെ വണ്ടിയെ ഒരു കാരണവശാലും നീക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ കയറ്റം കൂടിയ ട്രാഫിക്കിൽ പോകുമ്പോൾ ക്ലച്ച് താങ്ങി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് യൂസ് ഇല്ലാത്ത സമയത്ത്, ഇപ്പോൾ നിങ്ങൾ നോക്കുക, മുന്നിൽ പോകുന്ന വണ്ടിയായിട്ട് നമ്മൾ നിശ്ചിത സ്പേസ് ഉണ്ട്, ഇനി എനിക്ക് ക്ലച്ച് ഓടണം, വണ്ടി മുന്നോട്ട് വന്നു, ആ ഒരു ടൈമിലാണ് ഞാൻ വീണ്ടും ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടെ വന്ന് വണ്ടി നമ്മൾ ചവിട്ടി നിർത്തുന്നു. വീണ്ടും തേർഡിൽ നിന്ന് ഞാൻ ഫസ്റ്റിലേക്ക് കൊടുക്കുകയാണ്. തേർഡിലാണ് വന്നത്. ഇപ്പോൾ മുന്നിൽ പോകുന്ന വണ്ടി പതുക്കെയാണ് നീങ്ങുന്നത്. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ മുന്നിൽ പോകുന്ന വണ്ടി നീങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹാഫ് ക്ലച്ചിലാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. ക്ലച്ചിൽ നിന്ന് ഞാൻ പതിയെ കാലയക്കുന്നു. വീണ്ടും ഞാൻ വണ്ടി നിർത്തുന്നു, ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുന്നു. കാരണം മുന്നിൽ ട്രാഫിക് വന്നു. അപ്പോൾ വീണ്ടും ഞാൻ വണ്ടി നിർത്തി, വീണ്ടും ഞാൻ ഹാഫ് ക്ലച്ച് വന്നിട്ട് പതിയെ കാലയച്ച് വണ്ടി എടുക്കുന്നു. വീണ്ടും മുന്നിൽ പോകുന്ന വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മളിതേ ക്ലച്ചിലും ബ്രേക്കിലും വരണം. ഓക്കെ, വീണ്ടും ഞാനിതേ ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് വണ്ടി എടുക്കുന്നു. നിങ്ങൾ നോക്കുക,
വീണ്ടും ഞാനിത് വണ്ടി ചവിട്ടി നിർത്തി. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ടേൺ എടുക്കണം. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ഇപ്പം യാത്ര ചെയ്യുന്ന വഴിയാത്രക്കാരുണ്ട്, അവരെ നമ്മൾ കടത്തി വിടുന്നു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തേക്കാണ്. ഓക്കെ, അതിനുശേഷം മെല്ലെ ഞാനിത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, ഒരു ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ എങ്ങനെ യൂസ് ചെയ്യണം, ഗിയർ അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. ഇനി ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.